ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് അത് ട്യൂമർ തന്നെയാണെന്ന് കൺഫേം ചെയ്യുക. അതിന് പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്. FNAC, ബയോപ്സി അങ്ങനെയുള്ള ടെസ്റ്റുകളിൽ കൂടെ നമ്മൾ ഈ സ്തനാർബുദം ആദ്യം നമ്മൾ സ്ഥിരീകരിക്കും. ആ സ്ഥിരീകരിച്ചതിന് ശേഷം നമ്മൾ അതിൻ്റെ ഒരു സ്റ്റേജിങ് നടത്തും. അതെന്തുമാത്രം അഡ്വാൻസ്ഡ് ആണ്, എന്തുമാത്രം വലിപ്പമുണ്ട്, സ്പ്രെഡായിട്ടുണ്ടോ, വേറെ അവയവങ്ങളിലേക്ക് സ്പ്രെഡായിട്ടുണ്ടോ, ഇങ്ങനെ നമ്മൾ അസസ് ചെയ്തിട്ട് അതിന് ശേഷമാണ് നമ്മൾ ചികിത്സ തീരുമാനിക്കുന്നത്. അത് ചികിത്സ തീരുമാനിക്കുന്നത് ഒരു ഡോക്ടർമാരുടെ സംഘമാണ്. അതായത് റേഡിയോളജിസ്റ്റ്, ഓൺകോളജിസ്റ്റ്, സർജൻ, പെത്തോളജിസ്റ്റ്, ഇങ്ങനെ എല്ലാവരും കൂടി കമ്പൈൻഡ് ആയിട്ട് എടുക്കുന്ന ഒരു ഡിസിഷനാണ് ഓരോ രോഗിക്കും എന്താണ് ട്രീറ്റ്മെൻറ്റ് ആവശ്യമായിട്ടുള്ളത്. ബ്രസ്റ്റ് ക്യാൻസറിന് അവൈലബിൾ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഉള്ളത് ഒന്നുകിൽ നമുക്ക് സർജറി ചെയ്ത് ആ ട്യൂമർ റിമൂവ് ചെയ്യാം, റേഡിയേഷൻ കൊടുത്ത് ആ ട്യൂമറിനെ നശിപ്പിക്കാം, കീമോതെറാപ്പി കൊടുത്ത് അതിനെ ട്രീറ്റ് ചെയ്യാം. ഇങ്ങനെ പല 3 രീതികളിലാണ് പ്രധാനമായും ചികിത്സയുള്ളത്. അപ്പോൾ ഏത് രോഗിക്ക് ഏത് തരത്തിലുള്ള ചികിത്സ, ഏതൊക്കെ ചികിത്സ വേണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ രോഗിയുടെ രോഗത്തിൻ്റെ സ്ഥിതി അനുസരിച്ചും ഡോക്ടർമാർ തീരുമാനിക്കുന്നതനുസരിച്ചുമാണ്.